ഹേ ആൾ. സോ നിങ്ങൾ എപ്പോഴെങ്കിലും നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് താമരശ്ശേരി ചുരം ചുമ്മാ കയറി ഇറങ്ങിയിട്ടുണ്ടോ? താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ചുരം. നമ്മളുടെ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലാണ് സംഭവം വരുന്നത്. ആൻഡ് നമ്മുടെ കാലിക്കറ്റിനെയും വയനാടിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആക്ച്വലി അറൗണ്ട് 15 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ചുരത്തിലേക്ക്. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് ചുമ്മാ റൈഡ്, നമുക്കൊരു റീഫ്രഷ്മെൻറ്റ് വേണം തോന്നുന്ന സമയത്ത് എപ്പോഴും നമ്മളിവിടെ വന്ന് ചായ കുടിക്കാറുണ്ട്. ചുമ്മാ നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മാ റൈഡ് പോകാറുണ്ട്. എക്സ്പെഷ്യലി ഇപ്പോൾ ഭയങ്കര രസമാണ്. കാരണം ആ ചൂടൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത്, ഇത് ആക്ച്വലി വേനൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇലകൾക്കൊക്കെ നല്ല ഗ്രീൻ കളറായിരിക്കും. ഭയങ്കര രസമാണ് കാണാനായിട്ട്. സോ ഇവിടെ ആക്ച്വലി നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവിടെ കുറേ ചായക്കടകളുണ്ട്, കുറേ സ്നാക്സ് കിട്ടും, നല്ല ചൂട് ചായ, കാടമുട്ട, ദെൻ അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് എണ്ണക്കടികളൊക്കെ കിട്ടുന്ന സ്പോട്ടുണ്ട്. ഞങ്ങളതിൽ മിഡിലുള്ള ഒരു കടയിൽ കയറി 2 ചായ ഓർഡർ ചെയ്തു. പിന്നെ ഗ്രീൻ പീസ് മസാല ഓർഡർ ചെയ്തു. എനിക്കിവരുടെ ഗ്രീൻ പീസ് മസാല ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അതുപോലെ തന്നെ അതിനകത്ത് അവർ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. അവിടെ ആക്ച്വലി അവർ ഗ്രീൻ പീസിൻ്റെ കൂടെ മുട്ടയും ഒക്കെ ഇട്ടിട്ട് മുട്ട ചിക്കിയിട്ട് ഭയങ്കര യമ്മിയാണ് അത് കഴിക്കാൻ. ആ ഒരു ക്ലൈമറ്റിൽ നല്ല ചൂട് ചായയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് മസാല ഓർഡർ ചെയ്തു. സോ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളുടെ വാക്കിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസും അതുപോലെ നമ്മളുടെ കുറേ സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളായിരുന്നു വളരെ എൻജോയ് ചെയ്ത് വളരെ കാമായിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു. നല്ല ചൂട് ചായ കേട്ടോ അവിടെ കിട്ടുന്നത്. ഭയങ്കര പൊടിച്ചായ എന്നാണ് അവർ പറയുക. ബട്ട് എഗെയിൻ ഭയങ്കര ടേസ്റ്റിയാണ്. ടേസ്റ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ആ ക്ലൈമറ്റിന് അത് നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ്. നമുക്ക് ഓരോ സിപ്പ് എടുക്കുമ്പോഴും നമുക്കത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കുടിക്കാനായിട്ട് പറ്റും. ആൻഡ് ഗ്രീൻ പീസ് മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു മസാലയുടെ. സോ അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി പുറത്തേക്ക് ഇറങ്ങി അവരവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒത്തിരി ആൾക്കാരെത്തിയായിരുന്നു. സോ നമ്മൾ പൈസയൊക്കെ കൊടുക്കാനായിട്ട് അവിടെ ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഗൂഗിൾ പേയും ഉണ്ട്. അവർ ക്യാഷും അക്സെപ്റ്റ് ചെയ്യും. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറേ കടകളുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തുണ്ടായ കടയാണ്. അവിടെ കപ്പ ബിരിയാണിയൊക്കെ കിട്ടും, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ എന്നിട്ട് പിന്നെ വണ്ടി കയറി. അപ്പം ആക്ച്വലി കുറച്ച് വണ്ടികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നിർത്തി ചായ കുടിക്കുകയായിരുന്നു. നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് ആക്ച്വലി റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുന്ന മറ്റേ ഇപ്പോഴത്തെ ഈ കുറേ കളർഫുൾ ആയിട്ടുള്ള റെയിൻകോട്ടില്ലേ. സോ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു. സോ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സൺസെറ്റിൻ്റെ സമയമായിരുന്നു അത്. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു കേട്ടോ സ്കൈ ഒക്കെ കാണാനായിട്ട്. എന്നാൽ അടുത്ത മഴയ്ക്ക് ആയിട്ട് അടുത്ത മഴ വരാനായിട്ട് പോകുന്നുമുണ്ട്. അതുപോലെ തന്നെ സൺ സെറ്റിൻ്റെ ഒരു ടൈമും സണ്ണ് നമുക്ക് ചെറുതായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ കുറേ ഹെവി വെഹിക്കിൾസ് ഒക്കെ പോകുന്ന വഴിയാണ്. ബേസിക്കലി ലൈക്ക് ഞങ്ങൾ 2 വീലറിലാണ് പോയത്. 2 വീലറിൽ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാഫിക് വല്ലാണ്ട് നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. നമ്മൾ കാറിനും അതുപോലെ ജീപ്പ് അല്ലെങ്കിൽ 4 വീലേഴ്സൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ബുദ്ധിമുട്ടാവുന്നത്. ലൈക്ക് ട്രാഫിക്കിന് നമ്മൾ കുറേ സമയം കിടക്കേണ്ടി വരും. പക്ഷേ ഞങ്ങൾ വിചാരിച്ച ശരിക്കും ട്രാഫിക് ഉണ്ടാകുന്നത്. കാരണം മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് ട്രാഫിക് ആണെന്ന് വിചാരിച്ചു. ബട്ട് ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആക്ച്വലി സ്മൂത്തായിട്ട് പോകാനായിട്ട് പറ്റി. റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ. നമുക്കങ്ങനെ ട്രാഫിക് ഉണ്ടെങ്കിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആക്ച്വലി നല്ല റോഡാണ്. നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് കുറേ പാട്ടൊക്കെ പാടി നമ്മളങ്ങനെയൊക്കെ പോവുക. അപ്പോൾ അങ്ങനെ പോയി. ഇപ്പോൾ കണ്ടില്ലേ, മഴ പെയ്തതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഗ്രീനറിയാണ്, നല്ല ഗ്രീൻ കളറാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭംഗിയുള്ളൊരു ഗ്രീൻ കളറാണ്. ഇതിന് മുന്നേ നമ്മളിപ്പം മഴയ്ക്ക് മുന്നേ പോയ സമയത്ത് കുറച്ചൊരു ഡ്രൈ ആയിരുന്നു. നമുക്കത് ഒരു വലിയൊരു സുഖം ഉണ്ടാകത്തില്ല. ഇച്ചിരി ചൂടും ഉണ്ടായിരുന്നു. ഇതിപ്പം മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പം ചുരത്തിൻ്റെ ഏകദേശം ലാസ്റ്റ് കർവ് വരെ എത്താറായി. സോ ലൈക്ക് അവിടേക്ക് എത്തുമ്പോഴേക്കും കുറേ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വന്നിട്ടേ നമുക്കവിടെ ആക്ച്വലി അവിടെ വ്യൂ പോയിൻ്റ് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഫൈൻ ഉണ്ട് വ്യൂ പോയിൻ്റ് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പം ആളുകളെല്ലാം കുറച്ചുകൂടെ മുകളിലേക്ക്, ഇപ്പം ഹെവി വെഹിക്കിൾസൊക്കെ ആണെങ്കിൽ അവർ കുറച്ച് മുകളിലേക്ക്, അതായത് നമ്മളുടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മുകളിലേക്ക് നിർത്തിയിട്ട് ചിലർ ഇവിടെ നിർത്തുന്നുണ്ട്. പക്ഷേ ആക്ച്വലി പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫൈൻ ഉണ്ടാകും. 500 എനിക്കറിയില്ല കറക്റ്റായിട്ട്. കാരണം എനിക്ക് തോന്നുന്നു 500 ആണ് സ്റ്റാർട്ടിംഗ് എന്നുള്ളത്. സോ അവിടുന്ന് വ്യൂ പോയിന്റിൽ കുറേ പേര് വ്യൂ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വയനാട്ടിലെത്തി. ഓക്കെ, അതാണ് ബോർഡർ എന്ന് പറയുന്നത്. സോ വയനാട്ടിൽ എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. യൂഷ്വലി എപ്പോൾ വന്നാലും നമുക്കൊരു കോടയൊക്കെ തരുന്നൊരു സ്ഥലമാണിത്. സോ ഇവിടെ വിൽട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. യൂഷ്വലി നമ്മൾ അവിടെ പോയിട്ടാണ് എവിടെയെങ്കിലൊക്കെ പോയി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമ്മാ കറങ്ങാറുള്ള സമയത്തോ അവിടെ നിന്നാണ് ആക്ച്വലി കഴിക്കാറുള്ളത്. അപ്പം ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ ചുരത്തിൽ നമുക്ക് കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലോക്കല്ല, കുറച്ചൊരു മുമ്പിലൊക്കെ വണ്ടിയുണ്ട്. അങ്ങനെ ബ്ലോക്കായിട്ട് വലുതായിട്ട് ഇപ്രാവശ്യം എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
സോ നമ്മൾ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ആക്ച്വലി ഈ പറയുന്ന പോലെ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. കാരണം അവിടുന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്കൊരു നല്ല സ്റ്റാൻഡേർഡ് ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണ് വീട്ടിൽ. അവിടുത്തെ എന്താണ് ബീഫ് ചെറിയുള്ളി റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കാറുണ്ട്. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ഒരു കാമായിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് ഉച്ചവരെ കയറി ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അത് കുറേയൊക്കെ പോയിട്ടുണ്ടാവും. സോ ഇത് വയനാടാണ് കേട്ടോ. നമ്മൾ വയനാട് ബോർഡർ കയറി ചുമ്മാ മുമ്പോട്ടേക്ക് പോവാം. കുറച്ചുകൂടി രസമുള്ള നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. സോ സൈഡ് വശത്തൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ മരമൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വരുന്ന ടൗണാണ്. ടൗണിൽ മീൻസ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൗണാണ്. ഇപ്പോൾ കൽപ്പറ്റ, വൈത്തിരി അവിടെയൊക്കെ അത്യാവശ്യം ഈ പറയുന്നത് പോലെ ട്രാഫിക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈസ്റ്റർ ആയിരുന്നു ആ വീക്ക്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ സാറ്റർഡേ ആണ് പോകുന്നത്. സോ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വീട്ടിലുള്ളവർക്കൊക്കെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൽപ്പറ്റ നമുക്ക് കല്യാൺ സിൽക്സ് ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി അവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദെൻ നമ്മൾ ഫസ്റ്റ് അമ്മയ്ക്ക് സാരി എടുക്കാനായിട്ട് പോയി. പിന്നെ നമ്മൾ അവിടെ കുറേ സാരിയൊക്കെ നോക്കി. നമ്മൾ ആക്ച്വലി സാരി എടുത്തു. അതുപോലെ തന്നെ അച്ഛനും ഡ്രസ്സ് എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനപ്പോഴേക്കും ഷോപ്പിങ്ങിന് അറിയാമല്ലോ നല്ല ടൈം എടുക്കും. സോ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അത് അപ്പോഴേക്കും ഞങ്ങൾ ഷോപ്പിംഗ് സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു രാത്രിയൊക്കെ ആയി കഴിയുമ്പോൾ കുറേ വണ്ടികളും അതിൻ്റെ ലൈറ്റ്സും ഒക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ടൈം അത് എന്താ പറയുക, ഒരു സന്ധ്യാസമയത്തൊക്കെ ഇറങ്ങുകയാണ് നല്ല രസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് എന്നിട്ട് നേരെ തിരിച്ചു പോയി വീട്ടിലേക്ക്. സോ